സംസ്ഥാനമൊട്ടാകെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം തന്നെ ചൂടേറി വരുന്ന സാഹചര്യത്തിൽ സർവേയുടെ അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന സർവേയുടെ മൂന്നാം ഘട്ട ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിൽ 3ഇടത്ത് UDF വലിയ മുന്നേറ്റമുള്ളതായി കാണാൻ സാധിക്കും. അതേസമയത്ത് ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് LDF മുൻതൂക്കം വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സർവേ ഫലം വന്ന സാഹചര്യത്തിൽ അവിടെയെല്ലാം തന്നെ UDF വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നു എന്നുള്ള തലത്തിലായിരുന്നു ആ ഫലങ്ങൾ അല്ലെങ്കിൽ ആ റിസൾട്ടുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ LDF വലിയൊരു വിജയം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് പരിശോധിക്കുന്ന 4 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം 3ഇടത്ത് UDF തന്നെയാണ് ഏറെ മേൽക്കൈ തന്നെ വരുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ കേവലം ഒരു മണ്ഡലത്തിലേക്ക് മാത്രം ഒതുങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് LDF എത്തിയിരിക്കുകയാണ്. പരിശോധിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്, മറ്റൊന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലം, മൂന്നാമത്തേത് മലപ്പുറമാണ്, നാലാമത്തേത് മാവേലിക്കര ലോക്സഭാ മണ്ഡലമാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലം ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവിടെ കെ സുധാകരൻ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, പിന്നീട് അദ്ദേഹം മത്സരിക്കാനായിട്ട് എത്തുന്നു. പിന്നെ LDF ഭാഗത്തു നിന്നും വരുന്നത് MV ജയരാജനാണ് അദ്ദേഹത്തിന് എതിരാളിയായിട്ട് വരുന്നത്. അതേസമയം തന്നെ C രഘുനാഥാണ് BJPയുടെ കാൻഡിഡേറ്റായിട്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത്. വലിയ ഒരു UDF സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ തവണ അവിടെ സുധാകരൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ തവണ കയ്യിൽ നിന്നും പോയ ഒരു ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടെയായിരുന്നു കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം, പകുതിയിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് സുധാകരന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF ഇക്കുറിയും ഏറെ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല കണ്ണൂരിനെ പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സുധാകരനോളം പ്രാപ്തിയുള്ള അല്ലെങ്കിൽ മറ്റൊരു നേതാവും അവിടെ ഇല്ല എന്നുള്ളൊരു UDF വിലയിരുത്തൽ തന്നെയാണ് യഥാർത്ഥത്തിൽ KPCC സ്ഥാനം പോലും മാറ്റി നിർത്തിക്കൊണ്ട് കണ്ണൂരിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുന്നതും. വലിയ ചർച്ചയെല്ലാം തന്നെ സുധാകരൻ ആദ്യം മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആദ്യം മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, പിന്നീട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, പിന്നീട് KPCC പദവി കൂടി തൻ്റെ കൂടെ നിർത്തുകയാണെങ്കിൽ 2 പദവികളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ മാത്രം താൻ മത്സരിക്കുന്നതെന്നെല്ലാം പറഞ്ഞ തീരുമാനങ്ങൾ വരുന്നു. പിന്നീട് വലിയ വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് സുധാകരൻ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയാണ്, താൻ കണ്ണൂരിലേക്ക് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അത്തരത്തിൽ വലിയ ചർച്ചയെല്ലാം തന്നെ നടന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്. അതേസമയം തന്നെ LDF സംബന്ധിച്ചിടത്തോളം LDF ഇക്കുറി കച്ചകെട്ടി തന്നെയാണ് ഇറങ്ങുന്നത്. എന്ത് തന്നെയാണെങ്കിലും PK ശ്രീമതി ടീച്ചറല്ല ഇക്കുറി നേരിടുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ടീച്ചർക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും 2019 എത്തുന്ന സാഹചര്യത്തിൽ അവിടെ UDF തന്നെയാണ് വീണ്ടും വിജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്ത് തന്നെയാണെങ്കിലും 2024 എത്തുന്ന സാഹചര്യത്തിൽ LDF കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ MV ജയരാജനെ തന്നെയാണ് കളത്തിലിറക്കിയത്. എന്നാൽ LDF ഏറെ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. എന്നാൽ അതേസമയം തന്നെ BJP സംബന്ധിച്ചാണെങ്കിൽ C രഘുനാഥ് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനും വലിയ ഒരു വോട്ടിൻ്റെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഒരു BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു വിശ്വാസം യഥാർത്ഥത്തിൽ C രഘുനാഥിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇനി സർവേയിലേക്ക് കടന്നു വരികയാണെങ്കിൽ സർവേയെ സംബന്ധിച്ചിടത്തോളം 70.2% ആളുകളാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ സർവേയിൽ തന്നെ UDF അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ 45.5%. MV ജയരാജന് അനുകൂലമായി അതായത് LDF അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളവർ 43.8%. C രഘുനാഥിൻ്റെതാണെങ്കിൽ 9.4%. അതേസമയം തന്നെ മറ്റുള്ളവ അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ അതേഴ്സ് കാറ്റഗറിയിൽ വരുന്നത് 1.3% മാത്രമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം 45% വോട്ടുകൾ നേടി അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും തൊട്ടുപിറകെ തന്നെ LDF ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. 43.8% എന്ന് പറയുമ്പോൾ ഏകദേശം UDF ഒപ്പമെത്താൻ തന്നെ LDF സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരിയ ഒരു വ്യത്യാസം മാത്രമാണ് LDF UDF തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF കൃത്യമായി വലിയ ഒരു ഭൂരിപക്ഷത്തോടുകൂടി വിജയം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാലും സർവേ ഫലങ്ങളെല്ലാം തന്നെ നേരിയ ഒരു വർധനമെങ്കിലും UDF കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അവിടെ UDF സ്ഥാനാർത്ഥി വരുന്നത് ഹൈബി ഈഡനാണ്. എന്നാൽ അതേസമയം തന്നെ LDF അഥവാ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KJ ഷൈൻ ടീച്ചറാണ്. അതേസമയം തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് KS രാധാകൃഷ്ണനുമാണ്. ഇനി ഈ ഒരു അഭിപ്രായ സർവേയിൽ പങ്കെടുത്തിരിക്കുന്നത് ഏകദേശം 46.3% ആളുകളാണ്. ഇതിൽ ഹൈബിയുടെ അതായത് UDF അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളവർ 46.2%. KJ ഷൈൻ ടീച്ചർക്ക് അനുകൂലമായി
അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളത് 37.8%. KS രാധാകൃഷ്ണന് അനുകൂലമായി ചെയ്തിട്ടുള്ളത് 12.9%. എന്നാൽ അതേസമയം തന്നെ മറ്റുള്ളവ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നത് 3.1%. ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈബീഡന്റെ ഒരു വോട്ട് എന്ന് പറയുന്നത് ഏകദേശം മുന്നിൽ തന്നെയാണ്. വലിയ ഒരു വ്യത്യാസം LDF-ഉമായിട്ട് ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. 46.2%. എന്നാൽ അതേസമയം തന്നെ KJ ഷൈൻ വരുന്നത് 37.8%. വലിയൊരു വ്യത്യാസം, അതായത് ഒരു നേരിയ വ്യത്യാസമല്ല, കണ്ണൂരിൽ കണ്ട പോലെ നേരിയ വ്യത്യാസമല്ല എറണാകുളത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈബീഡിനോ അഥവാ UDF-നോ ഒന്ന് ആശ്വസിക്കാവുന്ന ഒരു അഭിപ്രായ സർവേ തന്നെയാണ് യഥാർത്ഥത്തിൽ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ്. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം UDF-ന് അഥവാ ലീഗിന് ഏറെ പ്രതീക്ഷയുള്ള ലോക്സഭാ മണ്ഡലമാണ്. എന്ത് തന്നെയാണെങ്കിലും UDF-നെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയാണെങ്കിലും സീറ്റ് ഉറപ്പാക്കിയ ലോക്സഭാ മണ്ഡലങ്ങളാണ് ഒന്ന് പൊന്നാനിയും മറ്റൊന്ന് മലപ്പുറം എന്ന് പറയുന്നതും. ഇക്കുറി മലപ്പുറത്ത് സ്ഥാനാർത്ഥി മാറ്റമെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ET മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്ത് UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ V വസീഫാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. NDA-യുടെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാമാണ്. ഇനി അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് 44.9% ആളുകളാണ് അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ UDF-ന്റെ സ്ഥാനാർത്ഥി, അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥിയായ ET മുഹമ്മദ് ബഷീർ സ്വന്തമാക്കാനിരിക്കുന്നത് 51.8% വോട്ടുകളാണ്. അതേ സാഹചര്യത്തിൽ വസീഫിന് അനുകൂലമായി വന്നിട്ടുള്ളത് 35.8%. NDA-ക്ക് അനുകൂലമായി വന്നിട്ടുള്ളത് 6.8%. ഇനി മറ്റ് കാറ്റഗറിയിലെല്ലാം തന്നെ വരുന്നത് 5.6 എന്നിങ്ങനെയാണ്. അതായത് ET മുഹമ്മദ് ബഷീർ പൗരത്വ ഭേദഗതി നിയമങ്ങളെല്ലാം തന്നെ കണ്ണൂരാണെങ്കിലും മലപ്പുറത്താണെങ്കിലും വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ അഭിപ്രായ സർവേകളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ET മുഹമ്മദ് ബഷീറിന് അനുകൂലമായിട്ട്, അതായത് പൗരത്വ ഭേദഗതി നിയമങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മലപ്പുറത്തെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ കാണിച്ചു തരുന്നത്. ഇനി അടുത്തത് മാവേലിക്കരയിലേക്ക് വരികയാണെങ്കിൽ മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷിന് വലിയൊരു വിജയം ഉണ്ടാകുമെന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുണ്ട്. ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ അതേസമയം തന്നെ UDF-നെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ മാവേലിക്കരയിൽ അലയടിക്കുന്നു എന്ന് വേണം അഭിപ്രായ സർവേയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം അവിടെ നായർ ഈഴവ വോട്ടുകളെല്ലാം തന്നെ ഏറെ നിർണായകമായ ഒരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അദ്ദേഹത്തിന് എതിരെ വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒട്ടും ആക്റ്റീവ് അല്ല എന്ന് പറയുന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം വളരെ സജീവമായി രംഗത്തിറങ്ങിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും 61,000 വോട്ടുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ 61,000 വോട്ടുകൾ നേടി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടെ വലിയൊരു തരംഗമുണ്ടായിരുന്നു എന്നുള്ളതാണ്. UDF-ന് അനുകൂലമായൊരു തരംഗം യഥാർത്ഥത്തിൽ 2019 ആ തരംഗത്തിലാണ് 61,000 വോട്ടുകൾ നേടി കൊടിക്കുന്നിൽ സുരേഷിനെ വിജയിക്കാനായിട്ട് സാധിച്ചത്. എന്ന് തന്നെയാണെങ്കിലും 2024 ഈ തെരഞ്ഞെടുപ്പിന് മുൻപേയുള്ള ഈ അഭിപ്രായ സർവേ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ അരുൺകുമാറിന് സ്വന്തമാക്കാൻ സാധിക്കുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് CA അരുൺകുമാറാണ്. അരുൺകുമാറിന് അനുകൂലമായി വന്നിട്ടുള്ളത് 43.2% വോട്ടുകളാണ്. അതേ സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം 40.1% മാത്രമാണ്. ബൈജു കലാശാലയെ സംബന്ധിച്ചിടത്തോളം 15.1% വോട്ടുകളാണ് ലഭിക്കുക. അതേസ് വരുന്നത് 1.6%. എന്നാൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അരുൺകുമാർ സ്ഥാനാർത്ഥിയായി വരുന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അരുൺകുമാർ വരുന്നതിനെ പറ്റി എതിർപ്പെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പെട്ടെന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് അരുൺകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി തുടരുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സർവേ ഫലം പുറത്തു വരുന്ന സാഹചര്യത്തിൽ അരുൺകുമാർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അരുൺകുമാറിനാണ് കൂടുതൽ വോട്ടുകളെല്ലാം തന്നെ ലഭിച്ചിട്ടുള്ളത്. 43.2% വോട്ടുകളാണ് അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത്രയും അനുകൂലമായി വന്നിട്ടുള്ളത്. അതേ സാഹചര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം 40.1% വോട്ടുകളാണ് കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി വന്നിട്ടുള്ളത്. ഇതെല്ലാം കാണിക്കുന്നത് ഒരുപക്ഷേ കൊടിക്കുന്നിൽ സുരേഷിന് അല്ലെങ്കിൽ UDF-നെതിരെ വളരെ ഒരു ഭരണവിരുദ്ധ വികാരം മാവേലിക്കരയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമുള്ളൂ. അതിനു മുൻപേ നടത്തിയിട്ടുള്ള ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ സർവേകളിലെ പോലെയല്ല. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി ഈ 4 മണ്ഡലങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ 3 UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം മാവേലിക്കരയിൽ ഒരു തിരിച്ചുവരവിന് കളമൊരുങ്ങുകയാണ്.